ഇദ് റഅ നാറൻ ഫഖാല ലി അഹ്ലിഹിം കുസൂ ഇന്നി ആനസ്തു നാറ. ഇദ് റഅ അദ്ദേഹം കണ്ട സമയം. ഇദ് എന്ന് പറഞ്ഞാൽ ഹീന റഅ എന്നർത്ഥം. റഅ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ടു. ഇദ് റഅ അദ്ദേഹം കണ്ട സമയം, അവസരം. എന്താ കണ്ടത്? നാറൻ. നാറൻ എന്ന് പറഞ്ഞാൽ തീ. അദ്ദേഹം തീ കണ്ട അവസരം. ഫഖാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലി അഹ്ലിഹി. ലി അഹ്ലിഹി തൻ്റെ അഹ്ലിനോട്. തൻ്റെ അഹ്ലിനോട്. ആരെ ഈ അഹ്ൽ? ആരാണത്? അദ്ദേഹത്തിൻ്റെ സൗജ, ഭാര്യ, സൗജ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ. അദ്ദേഹത്തിൻ്റെ മക്കൾ. ഒരു മകനാണ് അല്ലെങ്കിൽ മക്കളാണ്. ബൈബിൾ പുറപ്പാട് പുസ്തകത്തിൽ അദ്ദേഹവും ഭാര്യയും മക്കളും കഴുതപ്പുറത്ത് മദീനയിൽ നിന്ന് മിസ്റിലേക്ക് പോകുമ്പോൾ അവിടെയാണ് ഇത് കണ്ടത് എന്നാണ് ഉള്ളത്. പക്ഷേ നമുക്കറിയാം, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂറത്ത് താഹയിൽ ചില വിഷയങ്ങളാണ് പറഞ്ഞത്, ചില ഭാഗങ്ങൾ. ഈ ചരിത്രം വിശദമായി ഇവിടെ ഉണ്ട്. സൂറത്ത് നംലിലുണ്ട്, പിന്നെ സൂറത്ത് ഖസസിലുണ്ട്. വിഷയം വേറെയും സൂറകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫലമ്മ ഖദാ മൂസൽ അജൽ സാറ ബി അഹ്ലിഹി എന്നാണ്. ഫലമ്മ ഖദാ മൂസ പൂർത്തീകരിച്ചപ്പോൾ, അൽ അജൽ അവധി പൂർത്തീകരിച്ചപ്പോൾ, സാറ ബി അഹ്ലി എന്നാണ്, തൻ്റെ കുടുംബത്തെയും കൊണ്ട് അദ്ദേഹം യാത്രയായി എന്നാണ്. അപ്പോൾ ഏത് അവധിയെ പൂർത്തിയാക്കിയത്? മൂസ ഭാര്യാപിതാവുമായിട്ടുള്ള കരാറാണ്. അതെന്താ കരാറ്? 8 വർഷം അല്ലെങ്കിൽ 10 വർഷം ആടിനെ മേക്കാൻ എന്ന വ്യവസ്ഥയിലാണ് ഇത് ചെയ്തത്. ഇനി ഉരീദൻ ഉൻകിഹക ഇഹ്ദാ ഇബ്നതയ്യ ഹതൈൻ, എൻ്റെ ഈ 2 പെൺമക്കളിൽ ഒരാളെ കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ 8 വർഷം അല്ലേ, അല്ലെങ്കിൽ 10 വർഷം. ഏതാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്? 10 വർഷം. 10 വർഷം മദീനയിൽ കുടുംബത്തോടൊപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞിട്ട് പിന്നെ 10 വർഷത്തിനപ്പുറം പോവുകയാണ്. എവിടുന്നാ മൂപ്പര് വന്നത്? മിസ്റിൽ നിന്നാണ്. അപ്പോൾ മിസ്റിൽ നിന്ന് വന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 10 വർഷം കഴിഞ്ഞ് പിന്നെ മദീനയിൽ നിന്ന് മിസ്റിലേക്ക് തന്നെ പോവുകയാണ്. ആ പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. മൂസ അജല് പൂർത്തിയാക്കിയിട്ട് കുടുംബത്തെയും കൊണ്ട് പോകുമ്പോഴാണ് എന്തുണ്ടായത്? ഈ നാറിനെ കാണുകയുണ്ടായത് എന്നാണ്. അപ്പോൾ അവിടെയാണ് പിന്നെ ഇതറ ആ നാറിനെ കാണുകയാണ്. അപ്പോൾ ആ കാഴ്ച വിട്ടുന്ന് കാണുമ്പോൾ എപ്പോഴായിരിക്കും കണ്ടിരിക്കുക? രാത്രിയാണ്. പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രയോഗങ്ങൾ, പിന്നെ ഞാൻ നിങ്ങൾക്ക് കബസ് കൊണ്ടുവരാം, ജദ്വത്ത് കൊണ്ടുവരാം, ഖബസിൻ ഷിഹാബിൻ ഖബസിൻ കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ പറയാണ് അതിശൈത്യമുള്ള രാത്രിയായിരുന്നു എന്നാണ്. അതിശൈത്യമുള്ള രാത്രിയായിരുന്നു. മാത്രമല്ല പിന്നെ വഴി അറിയിച്ചു തരാനുള്ള ആളെയും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മദീനയിൽ നിന്ന് പോകുമ്പോൾ വഴി തെറ്റിയിട്ടുണ്ട്. അപ്പോൾ കുടുംബവുമായിട്ടുള്ള മടക്കയാത്ര രാത്രിയിലായിരുന്നു, തണുപ്പത്തായിരുന്നു, പിന്നെ വഴിയും തെറ്റിയിട്ടുണ്ട്. ഇവിടെ ഹൽ അതാക ഹദീസ് മൂസ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ് റഅ നാറൻ, അദ്ദേഹം നാറിനെ കണ്ട സമയം, അത് മുതലാണ് തുടങ്ങുന്നത്. മൂസാൻ്റെ ചരിത്രം ശരിക്ക് തുടങ്ങുന്നത് എവിടുന്ന? വേറെ സൂറത്തുകളിൽ. ഇപ്പോൾ സൂറത്ത് ഖസസിൽ തുടങ്ങുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമായിട്ട് തുടക്കം മുതലാണ്. വ ഔഹൈന ഇലാ ഉമ്മി മൂസ അൻ അർദിഈഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. തുടക്കം മുതലുണ്ട്. മൂസാൻ്റെ ഉമ്മാക്ക് നാം വഹ്യ നൽകിയെന്നാണ്. വൗഹൈന ഇലാ ഉമ്മി മൂസ. സൂറത്ത് ഖസസിൽ അങ്ങനെ തുടങ്ങുന്നത്. ആ കഥ തുടക്കം മുതൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഗർഭധാരണം, പ്രസവം മുതൽ വൗഹൈന ഇലാ ഉമ്മി മൂസ അൻ അർദിഈഹി, കുട്ടിക്ക് പാലൂട്ടാൻ പറയാണ്. ഫഇദാ ഖിഫ്തി അലൈഹി, കുട്ടിൻ്റെ വിഷയത്തിൽ പേടിച്ചാൽ ഫഅൽഖീഹി ഫിൽ യം, കുട്ടിയെ നദിയിൽ ഇട്ടേക്കാൻ വേണ്ടിയിട്ട് പറയാണ്. വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ എന്ന് പറഞ്ഞ് ഉമ്മനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കണം. ആ ചരിത്രം മുതൽ പിന്നെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ സൂറത്ത് താഹയിൽ ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ വിഷയങ്ങളൊന്നും പറയുന്നില്ല. പറയുന്നത് എന്താണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇത്രയും കാര്യത്തിൽ അവതരിപ്പിക്കണത്?
പ്രധാന വിഷയം എന്താണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു വഹ്യ് നൽകിയത്, എന്നിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ റസൂലായി നബിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. അതാണ് വിഷയം. അതാണ് ഇവിടെ സൂറത്ത് താഹയിലെ വിഷയം. അത് നമ്മൾ പഠിച്ച് ഇതിനു മുമ്പ് എവിടെ പഠിച്ച്? മറിയമിൽ. വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യ വനാദൈനാഹു മിൻ ജാനിബി ത്തൂരിൽ ഐമനി വഖറബ്നാഹു നജിയ്യ. അല്ലേ? അങ്ങനല്ലേ? വദ്കുർ ഫിൽ കിതാബി മൂസ. നമ്മൾ സൂറത്ത് മറിയം വിശദീകരിച്ചപ്പോൾ കിതാബിൽ മൂസയെക്കുറിച്ചുള്ളതായ വിഷയങ്ങൾ അത് ഓർക്കാൻ പറയാണ്, പഠിക്കാൻ പറയാണ്. ഇന്നഹു കാന മുഖ്ലസൻ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നിഷ്കളങ്കനായതിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട റസൂലാണ്. ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ, റസൂലായിരുന്നു, നബിയായിരുന്നു. പിന്നെ അള്ളാഹു പറയുന്നു വനാദൈനാഹു മിൻ ജാനിബി ത്തൂരിൽ ഐമൻ, തൂർ പർവ്വതത്തിൻ്റെ ജാനിബിൽ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വലത് ഭാഗത്ത് ആയിട്ട് തൂർ പർവ്വതത്തിൻ്റെ ചെരുവിൽ വെച്ച് നാം മൂസയെ വിളിച്ചു എന്നാണ്. വനാദൈനാഹു, നാം അദ്ദേഹത്തെ വിളിച്ചു. വഖറബ്നാഹു നജിയ്യ എന്നാണ്. വഖറബ്നാഹു, മൂസയെ നാം അടുപ്പിച്ചു എന്നാണ്. നജിയ്യൻ, എന്താ നജിയ്യൻ? രഹസ്യം, അടക്കം പറയുന്നവനായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസയോട് ഇങ്ങനെ അടക്കം പറഞ്ഞ് സംസാരിക്കുമാർ എന്ത് ചെയ്തു? മൂസയെ അടുപ്പിച്ചു എന്നാണ്. അതാണ് ഇവിടെ ഈ പറയുന്ന സമയം. അതാണ് ആ ഒരു സംഭാഷണത്തിൻ്റെ അവസരമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്.